പരമമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റെഷീം ചേഞ്ച്. അതാണല്ലോ അവസാനം ഇസ്രായേൽ മാറ്റി പറഞ്ഞല്ല ഇത് ഈ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളാണല്ലോ, അതിന്റെ ബാറ്ററികൾ, അതിന്റെ സംവിധാനങ്ങളൊക്കെ ആദ്യ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ചിലതൊക്കെ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ, ടെൽ അവീവിൽ തന്നെ, ഹൈഫയിൽ തന്നെ വീഴുന്നു, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിലും ഇറാന് തങ്ങളുടെ ശക്തി, ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ കുറച്ചു കാണേണ്ട, ഞങ്ങൾ ആ മട്ടിലുള്ള ഒരു ബലഹീന ശക്തിയല്ല എന്ന് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയത് ഇറാന്റെ ഒരു വിജയമാണ്. ഇസ്രായേൽ അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വലിച്ചേർക്കപ്പെടാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്, ഏറ്റവും ആഗ്രഹിക്കാത്തത് ഇറാനുമാണ്. ശരി, ശ്രീ സജി മാർക്കോസ്, ഇവിടെ ഈ 2 കാര്യങ്ങൾ ഇതിനോടകം ഇസ്രായേൽ നേടിയെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഈ 6ാം വട്ട ചർച്ച, അത് നിർണായകമായിരുന്നു ഒമാനിൽ നടക്കേണ്ടത്. അതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുന്ന തരത്തിൽ അതിനെ തകിടം മറിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു. അത് അമേരിക്ക ഈ കാര്യത്തിൽ വെച്ച് പുലർത്തിയ താല്പര്യങ്ങളെ എത്രമാത്രം ഹനിക്കുന്നതാണ്. രണ്ടാമതായി, ഇറാനുമായി ബന്ധപ്പെട്ടായിരുന്നു ആ നീക്കമെങ്കിൽ ഒന്ന്, അവരിതുവരെ 4 ദിവസം മുൻപ് വരെ നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗാസയിൽ, അതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും സൗദിയും മുൻകൈ എടുത്തുകൊണ്ട് 17-ാം തീയതി നടക്കേണ്ടതായിരുന്നു ഈ UN പൊതുസഭയുടെ പ്രത്യേക സമ്മേളനം, അല്ലേ? അപ്പോൾ അത് മാറ്റിവെക്കുകയാണ്. മക്രോൺ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് അത് സാധ്യമല്ല, മറ്റൊരിക്കലാകാമെന്ന്. പക്ഷേ ഔപചാരികമായ ആ സമ്മേളനം കൂടും. ഇതിനകത്തെ ഇപ്പോഴത്തെ പ്രായോഗിക പ്രതിസന്ധി പറഞ്ഞ് പിന്നീട് അത് നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്യും അടുത്ത ദിവസം ന്യൂയോർക്കിൽ. ഇത് രണ്ടും ഇസ്രായേലിൻ്റെ നേട്ടങ്ങൾ ആണ് എങ്കിൽ ഈ രണ്ടിലും ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു അമേരിക്കൻ താല്പര്യമുണ്ടല്ലോ, അത് ഇസ്രായേലിൻ്റെ ഈ നേട്ടത്തിന് വിപരീതമായ ഒന്നുമാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ തുടർന്നുള്ള ഇടപെടൽ ഏത് വിധത്തിലായിരിക്കും? ഇപ്പോൾ വിൻസെൻ്റ് മാഷ് പറയുന്ന അമേരിക്ക ഒരർത്ഥത്തിൽ ഇസ്രായേലിനെ വെച്ചുകൊണ്ട് നേരിട്ട് നടത്തുന്ന യുദ്ധമെന്ന്, ശ്രീ ഷിനാസ് പറയുന്നു അമേരിക്കയെ ഏത് നിമിഷവും വലിച്ചിടാൻ സമ്മർദ്ദപ്പെടുത്തുന്ന സാഹചര്യമെന്ന്. ഈ 3 കാര്യങ്ങളിൽ ഏതാണ് വരും ദിവസങ്ങളിൽ പ്രധാനമാവുക? ഞാൻ പറയുന്നത് കേൾക്കാമോ? കാരണം എനിക്ക് വേണു പറയുന്നതും ഷിനാസ് പറയുന്നത് നന്നായി കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ. ഇതിനകത്ത് ഈ 2 പേരും പറഞ്ഞതിനോട് യോജിക്കുകയും അതേസമയം വിയോജിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്നലെ മീഡിയ വണ്ണിന്റെ ഒരു ന്യൂസിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണ് ഇസ്രയേൽ എന്ന നിലയിലാണ് ഇസ്രയേൽ കരുതിയിരിക്കുന്നു, അമേരിക്ക കരുതിയിരിക്കുന്നുവെന്ന്. ഞാൻ അതിനോട് വിയോജിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ കരുതുന്നത് ഇസ്രയേലിന്റെ 7ാമത്തെ ജില്ലയാണ് അമേരിക്ക. അങ്ങനെയാണ് ഇസ്രയേൽ അമേരിക്ക കരുതിയിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു അധികാരമോ സ്വയം നിർണാവകാശമോ ഇസ്രയേലിന്റെ വിഷയത്തിൽ അമേരിക്കയ്ക്കില്ല. കാരണം അവിടുത്തെ ക്രിസ്ത്യൻ സയനിസ്റ്റ് ലോബിയും ഇസ്രയേൽ ലോബിയും അത്ര ശക്തമാണ്. അത് ബൈഡൻ ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ആ ലോബികൾ പറയുന്നതിനപ്പുറത്ത് പോകാൻ അമേരിക്കൻ ഗവൺമെന്റിന് പറ്റില്ല.